ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഇതൊരു കുട്ടി ഈദ് വ്ളോഗാണ്. ഞാനങ്ങനെ പ്രോപ്പറായിട്ട് വ്ളോഗ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് ഈദായതുകൊണ്ട് തന്നെ നമുക്ക് ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ ഫാമിലി തന്നെയാണ്. എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും വിളിച്ചിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും മോളും വരുന്നുണ്ട്. പിന്നെ മോൻ്റെ 2-3 ഫ്രണ്ട്സിനെയും വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൂട്ടത്ത് ഇത്രയും ക്വാണ്ടിറ്റി ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് കുക്കിങ്ങിൽ നിന്ന് കൈയൊഴിഞ്ഞു. അപ്പോൾ നമ്മുടെ നൈബറാണ് ഇന്ന് നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. ആൾ അറബി വീട്ടിലെ കുക്കായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ആൾ വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് മട്ടൻ മജ്ബൂസാണ്. അപ്പോൾ അതിനുള്ള പണിയൊക്കെ ആൾ നേരത്തെ വന്നിട്ട് ഒരു 6 മണിയോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് തലേ ദിവസത്തെയാണ്. ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള മട്ടൻ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലി പോയിട്ട് നേരിട്ട് വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ഫുൾ മട്ടനാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. കട്ട് ചെയ്യാതെ അവർ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് കട്ട് ചെയ്യാതെ തരികയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഇതും തലേ ദിവസത്തെ ക്ലിപ്പാണ്. ഞാൻ രാത്രി ആയപ്പോൾ മോളെ കൊണ്ട് മൈലാഞ്ചി ഇടിക്കുകയായിരുന്നു. സാധാരണ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ മൈലാഞ്ചി ഇടാനൊക്കെ ഒക്കെ. പക്ഷെ ഇപ്പോൾ അതിനോട് ഇൻട്രസ്റ്റും ഇല്ല, ഇടാൻ ഭയങ്കര മടിയുമാണ്. അങ്ങനെ മോള് എനിക്ക് മൈലാഞ്ചി ഇട്ടിരുന്നൊരു ക്ലിപ്പാണത്. പിന്നെ ഇത് ഈദിൻ്റെ അന്നത്തെ ഒരു ക്ലിപ്പാണ്. കണ്ടോ, രാവിലെ ആയിട്ടും സ്റ്റെയിനൊന്നും വലിയ ഡാർക്കായിട്ടില്ല. ഒരു ഇപ്രാവശ്യത്തെ മൈലാഞ്ചി കോൺ അത്ര പോരായിരുന്നു. അങ്ങനെ നമ്മുടെ മജ്ബൂസിൻ്റെ പണി ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചെമ്പിൻ്റെ ആ ഒരു പ്രദേശത്തേക്കേ നമുക്ക് കടക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര ഒരു ചൂടും പുകയൊക്കെയാണ്. അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഇത്ര കൂളായിട്ട് നിന്ന് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇവിടെ മട്ടൻ ആദ്യം ഒന്ന് വേവിച്ചിട്ട് ആ സ്റ്റോക്കിൽ നിന്ന് മീറ്റൊന്ന് മാറ്റി വയ്ക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആരെങ്കിലും കഴിക്കാത്തവരുണ്ടോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ചിക്കനും കൂടെ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് റൈസ് വേവിക്കാനുള്ള ടൈമായിട്ടുണ്ട്. 5 കിലോ റൈസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മജ്ബൂസ് ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. 5 കിലോ റൈസും 6 കിലോ മട്ടനും ആണെന്ന് തോന്നുന്നു ഉണ്ടായിരുന്നത്. കാരണം ഒരു ചെറിയ ആടായിരുന്നു. മൊത്തത്തിൽ 10 kg വരുന്ന ഒരു ആടാണ്. പക്ഷേ സ്കിന്നും അതിൻ്റെ ഇതൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 kg ആവുമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ വേവിച്ചെടുത്തിട്ടുള്ള മട്ടൻ പീസസ് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് ചെറുതായിട്ട് ഒരു ഭാഗം മാത്രം ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ച് കാര്യങ്ങളായിട്ട് അപ്പുറത്തേക്ക് പോയി. പിന്നെ വന്നപ്പോഴേക്കും മജ്ബൂസ് റെഡിയായിട്ട് ഇത് ഒരു പാത്രത്തിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു 11-11:30 ആയപ്പോഴേക്കും നമ്മുടെ പെരുന്നാൾ ചോറൊക്കെ റെഡിയായി കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ഗസ്റ്റൊക്കെ എത്തി. പിന്നെ അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഇരുന്നു. പിന്നെ ഇതിലേക്ക് അവർ തന്നെ ഉണ്ടാക്കി തന്നതാണ് ഈ സാലഡ്. പിന്നെ ഞാൻ ഒരു ഡേറ്റ്സിൻ്റെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ റൈത്തയും ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ എന്താ ഉണ്ടാക്കി, പിന്നെ സ്വീറ്റായിട്ട് നമുക്ക് പായസമൊന്നും ഉണ്ടാക്കിയില്ല ഇപ്രാവശ്യം. പൈനാപ്പിൾ സൂഫ്ലയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ലഞ്ച് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, സെർവ് ചെയ്യുന്ന തിരക്കിൽ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. ഇനിയൊരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ മോന് ഒരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ടായിരുന്നു ഒരു 6 months മുന്നേ. പേജസ് ഓഫ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ആ ഒരു ഷോർട്ട് ഫിലിമിന് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഇന്ത്യൻ ഫിലിം എന്നുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളുടെ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ് നമുക്ക് വലുതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും കൂടെ നടത്തി. ഈ കൂടെയുള്ള 3 പേരും ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമാണ്. പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, ആൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈദ് ഡേയിലുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എല്ലാവരും പോയി. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഈദ് മുബാറക്ക്.